നിങ്ങൾക്കറിയോ, നിങ്ങളിപ്പോൾ കാണുന്ന ചില സെലിബ്രിറ്റീസിൻ്റെ മനോഹരമായിട്ടുള്ള ഈ ചിരി ശരിക്കും ഇത്ര പെർഫെക്റ്റ് ഒന്നും ആയിരുന്നില്ല. അവരുടെ മിസലൈൻഡ് ആയിട്ടുള്ള സ്റ്റെയിൻസ് ഉള്ള ക്രൂപ്ഡ് ആയിട്ടുള്ള പല്ലുകളിൽ നിന്ന് ഇപ്പോൾ കാണുന്ന പെർഫെക്റ്റ് സ്മൈലിലേക്കുള്ള ട്രാൻസ്ഫർമേഷൻ ശരിക്കും ഇൻക്രെഡിബിൾ ആണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഇങ്ങനെ ട്രാൻസ്ഫർമേഷൻ ചെയ്തിട്ടുള്ള ചില സെലിബ്രിറ്റീസിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്ററും അവർ ചെയ്ത സീക്രട്ട് പ്രൊസീജിയർ കൂടി പറയാം. ഫസ്റ്റ് വൺ, ദ ലെജൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അൻ അമേസിംഗ് ഫുട്ബോൾ പ്ലെയർ അല്ലേ? പുള്ളിക്കാരൻ്റെ ഇപ്പോഴത്തെ ചിരി ശ്രദ്ധിച്ചിട്ടില്ലേ? നല്ല ഭംഗിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പല്ല് ഇങ്ങനെ ആയിരുന്നില്ല. സ്പേസ് ഉള്ള മഞ്ഞ കളറൊക്കെ ഉള്ള പല്ലായിരുന്നു. പിന്നെ കൂടാതെ ഫ്രണ്ടിൽ ഒരു പല്ല് മിസ്സിംഗ് ആയിരുന്നു. അത് പുള്ളി ഇത്ര ഭംഗിയാക്കി എടുത്തത് വെനീർ പ്രൊസീജിയർ യൂസ് ചെയ്തിട്ടാണ്. വെനീർ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ, പല്ലിൻ്റെ ഫ്രണ്ട് സർഫേസ് മാത്രം ഇത്തിരി ഗ്രൈൻഡ് ചെയ്തിട്ട് ആ ഭാഗത്ത് ഒരു പ്രത്യേക മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള ഷെൽസ് ഒട്ടിച്ച് വെക്കുന്നതാണ് ഈ വെനീർ പ്രൊസീജിയർ. സെക്കൻഡ് വൺ, ദി ഗ്രേറ്റ് ഹോളിവുഡ് സ്റ്റാർ ടോം ക്രൂസ്. നല്ല സ്മൈൽ ട്രാൻസ്ഫർമേഷൻ ചെയ്തിട്ടുള്ള ഒരാളാണ് പുള്ളിക്കാരൻ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പല്ല് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നേരൊക്കെ തെറ്റിയ പല്ല് പൊന്തിയിട്ടുള്ള പല്ലായിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ 40s ബ്രേസസ് ഇട്ടിട്ട് ശരിയാക്കിയത്. നോർമൽ ബ്രേസസ് അല്ല, സെറാമിക് ബ്രേസസ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. കൂടാതെ വെനീർ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് പല്ലിൻ്റെ കളറും ഷേപ്പൊക്കെ മാറ്റിയെടുത്തു. തേർഡ് വൺ, നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാൻ. പുള്ളിക്കാരൻ അധികം ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല, പക്ഷേ ബ്രേസസ് ഇട്ടിട്ടാണ് പുള്ളിക്കാരൻ്റെ പല്ലൊക്കെ നിറയുള്ള പല്ലാക്കി മാറ്റിയെടുത്തത്. നെക്സ്റ്റ് വൺ, മഞ്ജു വാര്യർ. പുള്ളിക്കാരൻ്റെ ആദ്യം മിസ്അലൈൻഡ് ആയിട്ടുള്ള ക്രൂപ്ഡ് ആയിട്ടുള്ള പല്ലായിരുന്നു. അത് പിന്നീട് ഇൻവിസിബിൾ അലൈനേഴ്സ് യൂസ് ചെയ്തിട്ട് നിറയൊക്കെ ശരിയാക്കിയെടുത്തു. കൂടാതെ വെനീഴ്സ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഷേപ്പും കളറും ചേഞ്ച് ചെയ്തു. ഇൻവിസിബിൾ അലൈനേഴ്സ് എന്താണെന്ന് അറിയുന്നുണ്ടാവും. ബ്രേസസിന് പകരം യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇൻവിസിബിൾ അലൈനേഴ്സ്. യൂസ് ചെയ്യുന്നത് പുറത്തുള്ളവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ സെലിബ്രിറ്റീസിനൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഈ ഇൻവിസിബിൾ അലൈനേഴ്സ്. നെക്സ്റ്റ് വൺ, പ്രിയങ്ക ചോപ്ര. പുള്ളിക്കാരിയുടെ ആദ്യം ഗമ്മി സ്മൈൽ ആയിരുന്നു. ചിരിക്കുമ്പോൾ അങ്ങനെ മോണ കാണുന്ന ചിരിയായിരുന്നു പുള്ളിക്കാരിയുടെ മിസ് വേൾഡ് സമയത്തൊക്കെ. അത് പിന്നീട് ഗം കോണ്ടൂറിങ് ഒക്കെ ചെയ്തു. കൂടാതെ ആ പല്ലിൻ്റെ ഷേപ്പും കളറൊക്കെ മാറ്റിയിട്ടുണ്ടാവും. മോസ്റ്റ്ലി വെനീഴ്സ് യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ടീത്ത് വൈറ്റനിങ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടാവുക. നെക്സ്റ്റ് വൺ, കീർത്തി സുരേഷ്. ഇപ്പോഴത്തെ ചിരി നല്ല ഭംഗിയാണ്. ഒരു സ്പേസ് ഒന്നും ഇല്ലാത്ത നല്ല യൂണിഫോം ആയിട്ടുള്ള ചിരിയാണ്. പക്ഷെ ആദ്യം ഒരു പല്ലിൻ്റെ ഇടയിൽ ഇങ്ങനെ സ്പേസ് ഉണ്ടായിരുന്നു. അത്ര അലൈൻമെൻ്റ് ഉള്ള പല്ലായിരുന്നില്ല. അത് പിന്നീട് പുള്ളിക്കാർ ശരിയാക്കിയെടുത്തത് വെനീർ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് വൺ, രശ്മിക. ഇവരുടെ ആദ്യം സ്പേസ് ഉള്ള പല്ലായിരുന്നു. ചില പല്ലുകൾക്ക് പൊട്ടുണ്ടായിരുന്നു. ഇത് ശരിയാക്കിയത് വെനീർ പ്രൊസീജിയർ ഉപയോഗിച്ചിട്ടാണ്. ലാസ്റ്റ് വൺ, ആലിയ ഭട്ട്. ഇവരും തന്നെ അധികം വലിയ ട്രാൻസ്ഫോർമേഷൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ മിസ്അലൈൻഡ് ആയിട്ടുള്ള പല്ലായിരുന്നു ആദ്യം. അത് പിന്നീട് അലൈൻമെൻറ്റ് ശരിയാക്കി ഇപ്പോൾ നല്ല അലൈൻഡ് ആയിട്ടുള്ള പല്ലുകളാണ്. അതിന് ഇൻവിസിബിൾ അലൈനേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനത്തെ ട്രാൻസ്ഫോർമേഷൻ അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. ഈ ഫുൾ മൗത്ത് സ്മൈൽ ട്രാൻസ്ഫോർമേഷൻ വെനീർ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് 1,50,000 ഒക്കെ വരും. ഇനി ഇൻവിസിബിൾ അലൈനേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും 1,00,000 2,00,000 ഒക്കെ വരും. ഇനി നിങ്ങൾക്കും ഇങ്ങനെ പൊട്ടിയ പല്ലുണ്ട്, ഷേപ്പൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെനീർ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഫുൾ മൗത്ത് ചെയ്യണമെന്നില്ല. ഏത് പല്ലിനാണോ പ്രശ്നമുള്ളത് അതും ചെയ്യാവുന്നതാണ്. ഒരു പല്ലിന് അറൗണ്ട് 7,000 rupees ആവും. ഇനി അതല്ല ഇൻവിസിബിൾ അലൈനേഴ്സ് ആണെന്നുണ്ടെങ്കിലും അറൗണ്ട് 40,000 50,000 സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻവിസിബിൾ അലൈനേഴ്സും ഉണ്ട്. ഇതിൽ ആരുടെ ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായതെന്നുള്ളതൊന്ന് കോമെൻറ്റ് ചെയ്യണേ.